അല്ലമീൻ ചൂരൽമലയിലേക്കുള്ള യാത്രാ മധ്യയിലാണുള്ളത്. അമീൻ, എത്രത്തോളം രക്ഷാപ്രവർത്തകർ അമീന് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? എന്താണ് ആ വരുന്ന വഴിക്കുള്ള കാഴ്ചകൾ? പിന്നീട് ഞങ്ങൾ ചൂരൽമലയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ സന്നദ്ധ പ്രവർത്തകരൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന യാത്രാ മധ്യ ഒരു കാഴ്ച കണ്ടു. പിന്നെ അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ വഴിയരികിൽ നിന്ന് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. മേപ്പാടിയിൽ നിന്ന് നമ്മൾ ചൂരൽമലയിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇതാണ് പ്രധാന പാത. നിരവധി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നു. രക്ഷാപ്രവർത്തകരും മന്ത്രിമാരും ഒക്കെ ഈ വഴിക്കാണ് കടന്നു പോകുന്നത്. ഈ വഴിയിലൂടെ കടന്നു പോയപ്പോൾ കണ്ടൊരു ബോർഡുണ്ട്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ബോർഡാണ്. വല്ലാത്ത ഗുരുതരമായിട്ടുള്ള ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയുണ്ട്. ബോർഡ് നമുക്ക് ആദ്യം കാണാം. സമീപത്തുള്ള കുന്നിൻ മുകളിൽ അപകട ഭീഷണിയുള്ള പാറയുള്ളതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. വൈത്തിരി തഹസിൽദാരുടെ പേരിൽ സ്ഥാപിച്ച ഒരു ബോർഡാണ് ഇത്. പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിക്കുമോ എന്നുള്ള വേറൊരു ചോദ്യം. സമീപത്തുള്ള കുന്നിൻ മുകളിൽ അപകട ഭീഷണിയുള്ള പാറയുള്ളതിനാൽ ഇതുവഴി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് ആ പാറ കൂടി ഒന്ന് കാണാൻ പറ്റില്ലേ? ഇതിന്റെ തൊട്ടു മുകളിലായിട്ട്, അതായത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശമാണ്. നിരവധി ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം ഇതുവഴിയാണ് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അപകടം നടന്നതിന് പിന്നാലെ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവഴിക്കാണ്. വലിയ ഭീമാകാരമായ പാറകളാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഇളകി വന്ന് വീഴാം എന്നുള്ള രീതിയിലാണ് ആ പാറകൾ നിൽക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിന് സമീപത്തായി ഒരു വലിയ മരം കടപുഴകി വീണിട്ടുമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഈ റോഡിലൂടെ പോകുന്ന വഴിയാത്രക്കാർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഈ വഴി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഈ ബോർഡ് തന്നെ വെച്ചിരിക്കുന്നത് ആർക്കും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഒരു മൂലയ്ക്ക് കൊണ്ട് ആ പാറയോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ആരുടെയും കണ്ണിൽപ്പെടുന്നതല്ല. എന്ന് മാത്രമല്ല, പിന്നെ അതിൽ പറയുന്നത് ഈ വഴിയാത്രക്കാർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഈ റോഡിന്റെ ഈ പാറയൊക്കെ ഇരിക്കുന്നതിന്റെ എതിർവശത്തുള്ള കാഴ്ച കൂടി നമുക്ക് കാണിച്ചു തരാം. പിന്നെ നിരവധിയായ വീടുകളാണ്. ഈ റോഡ് കഴിഞ്ഞ് താഴെ കുഴിഭാഗമാണ്. അവിടെ ഉള്ളത് നിരവധിയായ വീടുകളാണ്. ഈ പാറ ചെറിയ പാറകളൊന്നുമല്ല കേട്ടോ, വലിയ പാറകളാണ്. അതിൽ പല പാറകളും ഇളകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് വരാമെന്നൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. താഴേക്ക് നിരവധി വീടുകളുണ്ട്. നമുക്ക് ഈ പ്രദേശത്തുള്ളൊരു ചേട്ടനോടൊന്ന് സംസാരിക്കാം. ചേട്ടാ, നിങ്ങളുടെ വീട് താഴെയാണ്, തൊട്ട് മുകളിലാണ് ഇത്തരത്തിൽ പാറകൾ ഇരിക്കുന്നത്. എത്ര ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ് ഒരു അവസ്ഥ? ഇത് നമ്മുടെ വീടാണ്. ഇവിടെ ഉള്ളത് 10-40 വീടുണ്ട്. ഇവിടെ ഒരു കോളനി പ്രദേശമുണ്ട്. ഈ ദുരന്തം നടക്കുന്ന അന്നാണ് ഈ മരം കടവഴി വീഴുന്നത്. ഉരുൾപൊട്ടുന്നതിന്റെ അന്ന് രക്ഷാപ്രവർത്തകരും മറ്റുള്ളവർ 1 മണിക്കൂറോളം ഇവിടെ സ്തംഭിച്ചു. എൻ്റെ ഒരു സുഹൃത്ത്, അതായത് രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകളെ വിളിച്ച് എന്നോട് പറഞ്ഞത്, നിങ്ങളെ വീടിന് സമീപത്തുള്ള പാറകളെല്ലാം ഇളകി നിൽക്കുകയാണ്, നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ ആ രക്ഷാപ്രവർത്തകരെയോ അവരുടെ മോട്ടറിന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. ഞങ്ങൾ എന്നിട്ട് കറണ്ടോ വെളിച്ചൊന്നുമില്ല, ഞങ്ങൾ എമർജൻസി എല്ലാം എടുത്ത് അവരെ ഫയർഫോഴ്സിന്റെ വെളിച്ചെല്ലാം എടുത്തിട്ടാണ് ഇത് മുറിച്ചു മാറ്റിയത്. അതായത് അന്ന് ഉരുൾപൊട്ടുന്ന ഈ മരം ഇവിടെ റോഡിന് കുറുകെ വീണു. അവിടേക്ക് പോകാൻ വന്ന രക്ഷാപ്രവർത്തകർ അത് പിന്നെ റോഡിൽ നിന്ന് മുറിച്ച് മാറ്റിയതിനു ശേഷമാണ് അവിടേക്ക് പോയത്. അതന്നെ, അത് മാറ്റിയതിന് ശേഷമാണ് എല്ലാ വാഹനത്തിനും അവിടെയും ഇവിടെ അവിടുന്ന് മെഡിക്കലായിട്ട് കുറെ ആളുകൾ കൊണ്ടുവരിക. ഈ സംഭവം നടന്നെന്ന് അവർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായി. ഈ മരം ഒരുപാടായി ഭീഷണിയായി കിടക്കുന്നത്. ഇത് കണ്ടില്ല എന്ന് അധികാരികൾ നടിക്കുക. അതിനോടനുബന്ധിച്ച് ഞാൻ കൺട്രോൾ റൂമൊക്കെ പറഞ്ഞു, ഇവിടെ ഒരുപാട് വാഹനങ്ങളും ജീവനങ്ങളും എല്ലാം ഉള്ള ആളുകളാണ്, നിങ്ങൾ ഇതൊന്നും മുൻകൈ എടുക്കണം. അപ്പൊ അവർക്കിത് നോക്കാൻ സമയമില്ല. അവർ 2-3 ആളുകളോട് കൈമാറുക. അതിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് റോങ് ആയി സംസാരിച്ചതിന് ശേഷമാണ് ഇവിടെ നമ്മുടെ തഹസിൽദാർ ഓഫീസിൽ നിന്നുള്ള ആളുകൾ വന്ന് എന്നെ വിളിക്കുകയും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ്. ഞാൻ പറഞ്ഞു, ഇതാണ് സംഭവം, നേരിട്ട് കാണും. ഇത് മറിഞ്ഞിരിക്കുന്നു മരം. ഈ മരം മറിഞ്ഞ് വീണതിന് ശേഷമാണ് ഇവിടെയുള്ള ഭീകരത ഞങ്ങൾ അറിയുന്നത് തന്നെ. ഈ 40 വീടുകളിലും ഞങ്ങളെല്ലാം മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെ 40 ആളുകൾ ബന്ധു വീട്ടിലേക്ക് പോകും? എന്നിരുന്നാലും ഞങ്ങൾ ജീവൻ പേടിച്ചുകൊണ്ട് 2 ദിവസം മാറി നിന്നു. ഇന്നുവരെ ഈ ഒരു നടപടി ഇതുവരെ എടുത്തില്ല. മരം എന്തായാലും പോയിട്ട് പാറകളിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ തന്നെ പേടിയാണ്. എത്ര പാറകൾ, അങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായി വലിയ പാറകൾ ഒരുപാട് ഇരിക്കുകയാണ്. അത് ഇറങ്ങി വന്ന താഴേക്ക് വീടുകളിലേക്കാണ് പതിക്കിയത്. അതെ, കോളനി ഉണ്ട്, മറ്റുള്ള കൃഷികളുണ്ട്. കൃഷിയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ ജീവനും സ്വത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾ ഇന്നുവരെ പറഞ്ഞത്. ഒട്ടനവധി ആളുകളോട് ഇത് കാണിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പോയി, മുഖ്യമന്ത്രികൾ പോയി, എല്ലാ മന്ത്രിമാരും പോയി. പക്ഷെ അവർക്ക് ആർക്കും ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നിങ്ങളിത് ശ്രദ്ധിച്ചത് തന്നെ ഇതിന്റെ ഒരു ഭീകരത കണ്ടതുകൊണ്ടാണ്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന നടപടി എടുത്തു തരാം. അവർ പറഞ്ഞത് പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈബ്രേഷൻ വെച്ച് പൊട്ടിച്ച് മരുന്ന് വെച്ച് തരാൻ ഏത് കാലം വെച്ച് തരുന്ന. ഇപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മഴ ഇല്ലാന്ന് കൂട്ടാ, മണ്ണെല്ലാം നീങ്ങി ഒലിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ദൃശ്യം നേരിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് എത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് വിനീതമായി അറിയിക്കാനുള്ളത്. ഇതിന് വല്ലാത്തൊരു അപകടമാണ് പതിയിരിക്കുന്നത്. വഴിയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് മാത്രമല്ല, രാത്രിയൊക്കെ ഒരുപാട് യാത്രക്കാർ കടന്നു പോകുന്നുണ്ട്. ചൂരൽമലയ്ക്കിപ്പുറത്ത് നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ദുരന്തബാധിത മേഖലയ്ക്കിപ്പുറത്തേക്ക് അവിടേക്കൊക്കെ ഒരുപാട് ആളുകൾ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് കോളനിയൊക്കെ ഉള്ള പ്രദേശമാണ്. ഈ ആളുകൾ കടന്നു പോകുന്നു എന്നുള്ളത് മാത്രമല്ല, വഴിയാത്രക്കാർക്ക് മാത്രമല്ല അപകടം, ഈ താഴേക്കുള്ള വീടുകൾ. കാരണം ഇത് ഉരുണ്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ റോഡിൽ വന്ന് നിലച്ച് നിൽക്കില്ല. അത് നേരെ പിന്നെ പതിക്കുന്നത് താഴേക്കാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം എത്രയോ വീടുകളാണ് താഴെ ഉള്ളത്. ചെറിയ ചെറിയ പാറകളൊന്നുമല്ല, അത്ര വലിയ ഭീമാകാരമായ പാറകളാണ് ഈ പ്രദേശത്തുള്ളത്. ചൂരൽമലയിൽ നിന്ന്
ഈ സ്ഥലത്തിന് ഇവിടെ നിന്ന് ചൂരൽമലയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 1-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്താണ്, ഈ ദുരന്തം നടന്ന പ്രദേശത്തിന് തൊട്ടടുത്താണ്. സ്വാഭാവികമായും ആ ഉരുൾപൊട്ടലും ദുരന്തവും ഒക്കെ ഉണ്ടായതിന്റെ ഒരു പ്രകമ്പനം അത് ഈ പാറകളിലും ഉണ്ടായിട്ടുണ്ടാകും, അതിന്റെ പ്രതിഫലനം ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. സ്വാഭാവികമായും അതിന്റെ ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടായി ഇളകിയിരിക്കുന്ന പാറകളൊക്കെ ഉണ്ടാകാം. അന്ന് ഉരുൾപൊട്ടുന്ന സമയത്ത്, ആ മഴ സമയത്താണ് ഈ വലിയ വടവൃക്ഷം ഇവിടെ മറിഞ്ഞു വീണത്. ഈ വലിയ വൃക്ഷത്തിന്റെ ഒരു തണലിൽ ഈ പാറകൾ ഒളിഞ്ഞിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസി തന്നെ പറയുന്നത്. കാരണം അവർ പോലും അറിഞ്ഞിരുന്നില്ല ഇത്രയും വലിയ പാറകളാണ് അവിടെ ഉള്ളതെന്ന്. അവർ പോലും അറിഞ്ഞില്ല. ഈ മരം മുറിഞ്ഞു വീണതിന് ശേഷം, ആ മറവ് മാറിയതിനു ശേഷമാണ് ഈ പാറകൾ ഇരിക്കുന്ന ഒരു അവസ്ഥയും അതിന്റെ അപകടകരമായ സാഹചര്യവും, അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാമെന്നൊക്കെയുള്ള ഒരു അവസ്ഥ, അതിന്റെ ഒരു ഭീകരത വെളിവാകുന്നത് ഇപ്പോഴാണ്. അത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കണം വൈത്തിരി തഹസിൽദാർ ഇത്തരം ഒരു ബോർഡ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷേ ആ ബോർഡ് വെച്ചിരിക്കുന്നതിനെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇറങ്ങി നടന്നു പോകുമ്പോൾ നോക്കിയാൽ കണ്ടു എന്നുള്ളതല്ലാതെ പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന വിധത്തിലല്ല ആ ബോർഡ് ഇരിക്കുന്നത് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അതിലും ഒരു ദുരന്തത്തിന്റെ മുൾമുനയിൽ അല്ലെങ്കിൽ അതിന്റെ ഭീകരതയിൽ നിന്ന് കരകയറുന്നതേ ഉള്ളൂ ഈ പ്രദേശം. അതിന് മുൻപാണ് മറ്റൊരു അപകടാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യമാണ്. അടിയന്തരമായി അധികൃതരുടെ, പ്രത്യേകിച്ച് മന്ത്രിതല സംഘം ഉൾപ്പെടെ അവിടെ ഉണ്ട്, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഉടൻ തന്നെ നമുക്ക് ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. എത്രത്തോളം അപകടത്തിലാണ് ആ പാറ അവിടെ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിരവധി വീടുകളുണ്ട്. ആ പ്രദേശവാസിയായിട്ടുള്ള ആ വ്യക്തി പറഞ്ഞതുപോലെ തന്നെ 40ഓളം വീടുകൾ ആ ഭാഗത്തുണ്ട് എന്നുള്ളത് എത്രത്തോളം അപകടകരമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നതിനെ വ്യക്തമാക്കുന്നതാണ്. മാത്രമല്ല, ബോർഡ് അവിടെ വെച്ചതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമില്ല. അത് ആ പാറയോട് ചേർന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. വാഹനങ്ങളിൽ പോകുന്ന ആളുകളൊന്നും തന്നെ, ഭൂരിഭാഗം ആളുകളും വാഹനങ്ങളിലാണ് ആ ഭാഗത്തേക്ക് പോകുന്നത്. സാധാരണ നിലയിലുള്ള ട്രാൻസ്പോർട്ട് എന്തായാലും ആ ഭാഗത്തേക്കും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷിതമായ ആളുകൾക്ക് കാണേണ്ട വിധത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അടിയന്തരമായി ബോർഡ് വെക്കുന്നതിനോടൊപ്പം തന്നെ ആ പാറ അവിടെ നിന്ന് നീക്കാനോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അല്ലമീനാണ് തത്സമയം അവിടെ നിന്ന് ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യമാണ് ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിനോജ് അവിടുത്തെ തിരച്ചിലിന്റെ വിവരങ്ങൾ നൽകുമ്പോൾ മറ്റൊരു വലിയൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അമീൻ വളരെ കൃത്യമായ വിശദീകരണം അല്ലെങ്കിൽ പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. അത് ശേഖരിക്കുക. നമ്മളും അതിനുവേണ്ടി ശ്രമിക്കും.